എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നാട്ടിലെത്തിയിട്ടിപ്പോൾ ഒരാഴ്ചയായിട്ടില്ല. UK വിശേഷങ്ങൾ ഇനിയും കുറേ പറയാനുണ്ട്. പക്ഷേ അതിനിടയിൽ ഞാനിന്നൊരു യാത്ര പോവുകയാണ്. നാട്ടിൽ എത്തിയിട്ട് ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഞാൻ വളരെ പുരാതനമായൊരു ക്ഷേത്രാങ്കണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. മഹാശിവക്ഷേത്രത്തിൽ നിന്നും തൊഴുത് ഇറങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ഇങ്ങനെ ക്ഷേത്രക്കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. എല്ലാവരും എന്നോടൊപ്പം പോരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ രാവിലെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും താണ്ടി ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈപ്പറമ്പ് എന്ന പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇത് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡാണ്. കൂമ്പുഴ പാലത്തിലേക്ക് കയറുന്നതിനിടയിൽ നിൽക്കുന്ന ഒരു ഗജവീരൻ. കുറേ ആൾക്കാർ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു പാലം കേട്ടോ. അപ്പോൾ അതിൻ്റെ ദൃശ്യഭംഗി നിങ്ങൾ കണ്ടോളൂ. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു മഹാശിവക്ഷേത്രത്തിലേക്കാണ്. ഇന്നത്തെ യാത്ര ഒരു 3-4 അമ്പലം കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാകേഷിന് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യാത്ര പെട്ടെന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ എവിടേക്കൊക്കെ കയറാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ കാണുന്ന കാഴ്ചകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ യാത്രയുടെ ഉദ്ദേശം. ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളും നമ്മൾ കാണുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി കാണിച്ചു കൊടുക്കുക. ആ പോണൂരാന വീണ്ടും വഴിയിൽ പല ഭാഗത്തും കണ്ടു ഗജവീരന്മാരെങ്ങനെ കൊണ്ടുപോകണത്. എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ചെമ്മന്തിട്ട മഹാശിവക്ഷേത്രത്തിലേക്കാണ്. ബ്രഹ്മന്തിട്ട എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേരെന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവ് ശിവന് വേണ്ടി നിർമ്മിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. അതാണ് പിന്നീട് ചെമ്മന്തിട്ടയായത് എന്നാണ് ഐതിഹ്യം. ഈ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. അതെല്ലാവർക്കും കാണാൻ ഇഷ്ടമാവില്ലേ? അപ്പോൾ പിന്നെ ഞാനിതെങ്ങനെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാതിരിക്കുക. എനിക്കിങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ഷേത്ര പരിസരത്തിലെത്തുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ചെമ്മന്തിട്ട ഗ്രാമത്തിലാണ് ഈ മഹാദേവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാ വളരെ പ്രശാന്തസുന്ദരം എന്ന് തന്നെ പറയണം ഒരു ഗ്രാമം. അമ്പലത്തിലേക്ക് തിരിയാനുള്ള വഴിയായി മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം കൂടി പോകണം. നല്ല പ്രകൃതി രമണീയമായൊരു ഗ്രാമം അല്ലേ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം എന്നൊക്കെ പാടാൻ തോന്നൂല്ലേ. അത്രയും ഭംഗിയുള്ളൊരു ഗ്രാമം. കുറച്ച് ദൂരം പോകണം. പാടങ്ങളും മരങ്ങളും കരവൃക്ഷങ്ങളും എല്ലാമായിട്ട് ക്ഷേത്രം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മന്തിട്ടയാണ് ചെമ്മന്തിട്ടയായത്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് കടക്കണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഗ്രാമത്തിൻ്റെ മുഴുവൻ വിശുദ്ധി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലം. ധാരാളം ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല മനോഹരമായൊരു കുളം. ധാരാളം പടിക്കെട്ടുകളോട് കൂടിയൊരു കുളം. വളരെ പരിശുദ്ധമായി പരിപാലിക്കുന്നൊരു കുളമാണിത്. ഈ കുളവും ഈ ചെങ്കല്ല് കൊണ്ട് തീർത്ത ഈ പടിപ്പുരയുമാണ്, മേൽക്കൂരയൊന്നുമില്ലാത്ത പടിപ്പുരയുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം.
അപ്പോൾ കുളത്തിൽ എന്തൊക്കെ മര്യാദ പാലിക്കണം, ആചാരങ്ങൾ പാലിക്കണം എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഈ കുളം പല സിനിമകൾക്കും വേദിയായിട്ടുണ്ടെന്ന് പറയുന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത് 2009 പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രം, അതായത് പണ്ട് ഒരു നീലത്താമര ഉണ്ടായിരുന്നു, അതിൻ്റെ രണ്ടാമത് ലാൽ ജോസ് വേറെ തരത്തിൽ പിടിച്ചുല്ലോ. അതിൻ്റെ ചില ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത് ഈ കുളക്കരയിലാണ് എന്ന് പറയുന്നു. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ പറയാൻ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇവിടെ കൊടിമരമില്ല. അപ്പോൾ ശിവരാത്രിയും അങ്ങനെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൊടിയേറ്റുന്നത് അടയ്ക്കാമരത്തിൻ്റെ തടി കൊണ്ടുവന്ന് താൽക്കാലികമായി പ്രതിഷ്ഠിച്ച് അതിലാണ് കൊടിയേറ്റാറുള്ളത്. കൊടിമരം ഇല്ലാത്തൊരു ക്ഷേത്രമാണിത്. കുംഭമാസത്തിലെ ശിവരാത്രി ഇവിടെ വളരെ കേമമായി ആഘോഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടാത്ത വിധത്തിലുള്ള മനോഹരമായൊരു പ്രദേശം, വിശാലമായ കുളം, നിറയെ പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. വളരെ വിശാലമായൊരു കുളമാണിത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ മതിൽ ആനമതിൽ എന്ന് പറയാൻ കണ്ടില്ലേ, ഭയങ്കര വീതിയുള്ള മതിലാണ്. മതിലിൻ്റെ ഇടയിൽ കൂടെ കണ്ട കുളക്കാഴ്ചയാണ് കേട്ടോ അത്. ഉണ്ട് പ്രകൃതി മുഖം നോക്കണ കണ്ണാടി അല്ലേ, എന്താ ഭംഗി. ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. മേൽക്കൂരയൊന്നുമില്ലാത്ത ഗോപുരമാണ്, എന്നാൽ കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ക്ഷേത്രമതിലും കെട്ടിടവും കേരളത്തിൽ സാധാരണഗതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല, എവിടെയും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണിത്. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ. അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കിയ ശാപം തീരാൻ വേണ്ടി പഞ്ചപാണ്ഡവന്മാർ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി അവിടെ പൂജകളൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഭീമൻ ക്ഷേത്രം പണിയുകയും അർജുനൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. എന്തായാലും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും എല്ലാം എന്തും ആയിക്കൊള്ളട്ടെ, ഇവിടെ എത്തുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം നമ്മുടെ മനസ്സിൽ നിറയും. അത്രയും പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷം. ഇത് ഭക്തജനങ്ങൾക്കും മനസ്സിന് കുളിരണിയിപ്പിക്കാൻ പോകുന്ന കാഴ്ചകൾ ഇവിടെ ഉണ്ട്. മനസ്സമാധാനം ലഭിക്കാൻ വേണ്ട കാഴ്ചകൾ ഇവിടെ ലഭിക്കും. കിണറാണ്, എത്ര ആളുണ്ടെന്നറിയില്ല. പ്രശാന്തസുന്ദരമായ ഈ ഗ്രാമത്തിൻ്റെ തെക്കേ അറ്റത്തു കൂടിയാണ് കേച്ചേരി പുഴ ഒഴുകുന്നതത്രേ. ആ പുഴയിലാണ് ഉത്സവകാലത്ത് ഭഗവാന്റെ ആറാട്ട്. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം സംഹാര താണ്ഡവമാടുന്ന രൂപത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. 6 അടി ഉയരത്തിലുള്ള ശിവലിംഗം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. വലിയ പ്രാധാന്യത്തോടെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, ദുർഗ, ഭദ്രകാളി, വേട്ടയ്ക്കൊരുമകൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. വട്ടശ്രീകോവിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ച സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണിത്. ആനപ്പള്ള മതിലും പൂർണ്ണമായി ചെങ്കല്ലിൽ കൊത്തിവെച്ച പടിപ്പുരയുമെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്.
ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത്. വേട്ടക്കരൻ, ഭഗവതി, ഭദ്രകാളി എന്നീ ഉപദേവതമാർക്കുള്ള പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മഴ പെയ്ത് ഒഴുക്കലുണ്ട്, അതുകൊണ്ട് വളരെ പതുക്കെ നടക്കാൻ പറ്റൂ. ക്ഷേത്രം വലം വെച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ശാന്തി നിറയുന്നത് അനുഭവിച്ചറിയുക തന്നെ വേണം. അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. വർണ്ണിക്കാനാവാത്ത ഒരു ഭംഗിയുള്ള ഒരു ക്ഷേത്ര പരിസരം. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണിതെന്ന് പറയുന്നു. ഇപ്പോഴും ആ തനിമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പടിഞ്ഞാറ് ഭാഗത്തുള്ളൊരു ഗേറ്റാണ്. ഞാനത് കടന്നൊന്ന് തുറന്ന് പുറത്തേക്ക് പോയി നോക്കി. അവിടേക്കും വഴിയുണ്ട്, നമ്മുടെ ഇടവഴി. മൂന്ന് ഭാഗത്തേക്കും വഴിയുണ്ട്. അമ്പലത്തിൻ്റെ സ്ഥലം തന്നെയാവും ചിലപ്പോൾ, അറിയില്ലാത്ത. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രത്തിനും വളരെയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രം. മീനമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായിട്ട് 8 ദിവസത്തെ കൊടിയേറ്റുത്സവം ഈ ക്ഷേത്രത്തിലുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു കൊടിമരമില്ല, അതുകൊണ്ട് തടിയിൽ നിർമ്മിച്ച കൊടിമരത്തിലാണ് താൽക്കാലികമായി കർമ്മങ്ങൾ ചെയ്യാറുള്ളത്. കൂടാതെ ശിവരാത്രിയും ഇവിടെ വളരെ ആഘോഷപൂർവ്വം നടത്തുന്നുണ്ട്.
സിംഹമൂർത്തിയാണ് അവിടെ. ചെമ്പരത്തി, തെച്ചി ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മുറ്റാണുള്ളത്. ക്ഷേത്രമുറ്റം വിശാലമായ ക്ഷേത്രമുറ്റാണ് കേട്ടോ. ആള് വരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം. ക്ഷേത്രത്തിനെ പറ്റി പല കാര്യങ്ങളും പറയാൻ പറ്റുമോ എന്ന്. ക്ഷേത്രത്തിൽ ആരാണെന്ന് തോന്നുന്നു. ഇവിടേക്ക് നിൽക്കാമോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ മടത്തിൽമന. ശരി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. എന്താ താങ്കൾ എന്താ? എന്താ പേര്? സുകുമാരൻ മാരാർ അല്ലേ? കുറേ കാലമായോ ഈ അമ്പലത്തിൽ? ശരി. ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഈ അമ്പലത്തിനെ പറ്റി എന്തെങ്കിലും ഐതിഹ്യങ്ങൾ പറയാൻ പറ്റുമോ? ഞാൻ വരുന്നത് ഇപ്പോൾ തോയ്ക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, കരുവന്തല. പിന്നെ അദ്ദേഹവുമായി കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വിരട്ടാണത്തുള്ള ആൾക്കാരൊക്കെ അറിയാമെന്ന് പറഞ്ഞു. വിരട്ടാണം തളിക്ഷേത്രത്തിലെ അത് അപ്പോൾ എൻ്റെ റിലേറ്റീവ്സാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാ ഇവിടെയും ഒരു കിണറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചുറ്റ് വലം വെച്ച് വന്നു. ഇനി ഞങ്ങൾ ഇവിടെ നിന്നും തൊഴുത് ഇറങ്ങുകയാണ്. ഈ ഗോപുരമാണ് ഈ അമ്പലത്തിൻ്റെ പ്രാധാന്യം, ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഈ ഗോപുരമാണ്. ഇവിടെ എന്തോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് ഭക്തജനങ്ങളൊന്നും അധികം എത്തിപ്പെടുന്നില്ല. കാരണം വഴി അറിയാഞ്ഞിട്ടാണോ ക്ഷേത്രത്തെപ്പറ്റി അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. വളരെ പ്രാധാന്യമുള്ള വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രക്കുളം വളരെ മനോഹരമാണ് കേട്ടോ. ഇതുപോലൊരു ഗോപുരവും മതിലും നമ്മൾ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെയധികം ക്ഷേത്രത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ, എന്നാലും ഞാനങ്ങനെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കുളത്തിൻ്റെ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഇത് ഭംഗിയല്ലേ കുളം? എന്താ പേര്? നീണ്ടൂരെന്ന് പറയുന്നതാണ്. ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതെ ശരി. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ചെമ്പകശ്ശേരിയോ? അല്ല, ഞാൻ വരുന്നത് ഇപ്പോൾ തോയ്ക്കാവിന്നാ, കരുവന്തല. ആ, ചെമ്പകശ്ശേരി അല്ലല്ല, ഞാൻ കോങ്ങാട്ടിലെന്ന് പറയും, തളിക്കുളത്ത്. ശരി, പരിചയപ്പെട്ടതിൽ സന്തോഷം. ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ആരുടെ മനസ്സിലും ഈ ക്ഷേത്രക്കുളവും ഈ മതിൽക്കെട്ടും ഗോപുരവും ഈ ഗ്രാമഭംഗിയും എന്നും നിലനിൽക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല കേട്ടോ. അത്രയും മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ചില ക്ഷേത്രങ്ങൾ കൂടി പോകണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരും. അപ്പോൾ ചെമ്മന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ഞങ്ങൾ വിട പറയുകയാണ്. മെയിൻ റോഡിലേക്ക് കയറുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും പൈതൃക കാഴ്ചകളും തേടിക്കൊണ്ട് അമ്മൂസ് ട്രാവലോഗ് യാത്ര തുടരുകയാണ്.
അത് കാണാൻ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സസ്നേഹം നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.